അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇന്ന് പതിവിലും കുറച്ച് നേരത്തെ നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ അടുക്കളയിൽ കയറി ജനവാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് പിന്നെ ഇതാ വേഗം ചായക്കുള്ള വെള്ളം വെക്കുകയാണ്. ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളും മദ്രസും ഒക്കെ ഉള്ള ദിവസം കേട്ടോ. പെട്ടെന്ന് പണി തീർത്തിട്ട് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതാ ചായക്കുള്ള വെള്ളം വെച്ചതിന് ശേഷം ഞാൻ വേഗം ഉരുളക്കിഴങ്ങ് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. ഇന്ന് നല്ലൊരു അടിപൊളി ഉരുളക്കിഴങ്ങിൻ്റെ കറി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ സവാളയും കൂടി അരിഞ്ഞ്. അപ്പോൾ ഞാൻ ആദ്യം കറി ഉണ്ടാക്കിയിട്ട് പിന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. ചില ദിവസം ആദ്യം ദോശ ഉണ്ടാക്കിയിട്ട് പിന്നെ കറി ഉണ്ടാക്കും. ചില ദിവസങ്ങളിലൊക്കെ തല തിരിഞ്ഞുകൊണ്ടാണ് നല്ല സമയത്തിനൊക്കെ ആവലുണ്ട്. ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് 2-3 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കട്ടെ. അത് ഓരോരുത്തർ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പകരം കുരുമുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനെ പച്ചമുളക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. അല്ലെങ്കിൽ ഇഞ്ചിയും കട്ട് ചെയ്തിട്ട് അങ്ങനെയും ഇട്ട് കൊടുക്കട്ടോ. എൻ്റെ കയ്യിൽ പേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പേസ്റ്റ് ഇട്ട് കൊടുത്തെന്ന് മാത്രം. എന്നിട്ട് നല്ലതുപോലെ മൊത്തത്തിലൊന്ന് ഇളക്കി വയറ്റി കൊടുക്കുക. പിന്നെ ഇത് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ഞാനൊന്ന് വയറ്റി കൊടുക്കണം കേട്ടോ. അതും തീ കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുക. അപ്പോഴാണ് കേട്ടോ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ നല്ലതുപോലെ ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് പിന്നെ ഞാൻ മറ്റേ അടുപ്പത്തേക്ക് മാറ്റിക്കണം കേട്ടോ. പിന്നെ ഇതാ ഇപ്പുറത്ത് ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് ഇന്നലത്തെ ബാക്കി മാവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ദോശമാവിനൊക്കെ അരച്ച് വെക്കുമ്പോൾ 2-3 ദിവസത്തിന് ഒന്നായിട്ടാണ് ഞാൻ അരച്ച് വെക്കുക. ഒരു ദിവസം ഇഡ്ഡലി, ഒരു ദിവസം മസാല ദോശ, ഒരു ദിവസം ഇങ്ങനെ ഒരു ദോശ, അങ്ങനെയൊക്കെ ആക്കിയാണ് ഉണ്ടാക്കിയെടുക്കൽ സാധാരണ. ചില ദിവസം രാത്രി ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ അതാ ദോശ അവിടുന്ന് റെഡി ആവേണ്ടി ഇപ്പുറത്ത് ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം റെഡി ആയിക്കണേ. പിന്നെ എൻ്റെ കുക്കറിന് ഇടയ്ക്കൊരു മാഞ്ഞാളാണ് കേട്ടോ. ഇടയ്ക്ക് വിസിലടിക്കൂല, ഇടയ്ക്ക് വിസിലടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചട്ടിയിൽ വെച്ചത്. അല്ലെങ്കിൽ കുക്കറിൽ വെച്ച് 2 വിസിലടിച്ചാൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അങ്ങനെ ഇതാ ഇവിടെ ദോശയും റെഡി ആയിക്കണ്. പിന്നെ പെട്ടെന്ന് മുറ്റത്തേക്ക് വന്നാണ് കേട്ടോ കറിവേപ്പില പറിച്ചെടുക്കാൻ. അങ്ങനെ കറിവേപ്പിലൊക്കെ നല്ലതൊക്കെ നോക്കി ഞാൻ പൊട്ടിച്ചെടുക്കാൻ കേട്ടോ. ഇപ്പം ഇലയൊക്കെ നല്ലതുപോലെ ഉഷാറായി വരുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോയിൽ സ്ഥിരം നിങ്ങൾ ഇതൊക്കെ തന്നെ കാണൽ. എൻ്റെ മുറ്റം ഈ ചെടികൾ കറിവേപ്പില പൊട്ടിച്ചിടുന്നതും ദോശ ഉണ്ടാക്കുന്നതും ചോറുണ്ടാക്കുന്നതും മക്കളെ പറഞ്ഞയക്കുന്നതും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ പുറത്ത് പോയിങ്ങാണ്ടുള്ള വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ നല്ല ഉരുളക്കിഴങ്ങ് വെന്തതിൻ്റെ ശേഷം വെന്തെങ്കിലും ഞാൻ ഉടക്കാൻ നിന്നിട്ടില്ല കേട്ടോ. എന്നാലും ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞതുകൊണ്ട് ഉടച്ചിട്ടൊന്നുമില്ല. പിന്നെ തേങ്ങാപ്പാലാട്ടോ ഞാൻ ഒന്ന് ഒഴിച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിന്. ഇതാ ഇപ്പുറത്ത് നല്ല ദോശയും റെഡിയും കൊണ്ടിരിക്കുന്നു കേട്ടോ. എൻ്റെ മക്കൾക്കാണെങ്കിൽ നല്ല ക്രിസ്പി ആവണം ഈ ദോശ, എന്നാലാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അവിടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുകൊണ്ട് കറി ഏകദേശം റെഡി ആയിക്കണേ. പിന്നെ ഞാനിതാ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടു. പിന്നെ കടുക്, പിന്നെ കറിവേപ്പില, പിന്നെ വറ്റൽമുളക് ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് വറവിട്ടെടുക്കാൻ കേട്ടോ. നമ്മളെ കറി അടിപൊളി സെറ്റ് ആക്കണം. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ കറി വെള്ളപ്പത്തക്കും ദോശയ്ക്കും നൂൽപുട്ടുക്കും ഒക്കെ അടിപൊളിയാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണ ഈ കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ മൊത്തത്തിൽ അരച്ച് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇങ്ങനെ വയറ്റി ഉണ്ടാക്കിയപ്പം നല്ല അടിപൊളിയാണ് ദോശയ്ക്കൊക്കെ. അപ്പോൾ ഇവിടെ ദോശ തികഞ്ഞില്ല കേട്ടോ. ഞാൻ പിന്നെയും ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ കറിയായപ്പോൾ ഇവർ നല്ല പിന്നെ പൊന്നൂന് സ്കൂൾക്ക് പോകാൻ നേരമായപ്പോഴത്തേന് ചോറ്റക്ക് കൂട്ടാനാവാത്തതുകൊണ്ട് ഞാൻ ഓക്കെ ഇതിൽ 2 എടുത്തിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ആദ്യം കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ഓക്കെ ഞാൻ മസാല ദോശ ആക്കിയിട്ട് ഓളെ സ്കൂൾക്ക് അതിനിട്ട് കൊണ്ടിട്ടുണ്ടേണ്ടത്. പിന്നെ ഫനു ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം ഇതാ ഫനു മദ്രസക്ക് പോകണേ. ഒരു 6:30 അതിൻ്റെ ഉള്ളിലോട്ടോ മദ്രസക്ക് ഇവൻ പോവല്. അങ്ങനെ ഓനൊക്കെ പോയതിൻ്റെ ശേഷം പിന്നെ ഞാൻ വേഗം ചോറിനുള്ള വെള്ളം വെക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ അടുക്കള ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി ഇട്ടിന് കേട്ടോ. രാവിലത്തെ ചായപ്പണിയൊക്കെ കഴിഞ്ഞാൽ എന്തായാലും ഇൻ്റെത് വൃത്തികേടാകട്ടോ എന്നായിട്ടാണ് നിരന്ന് കിടക്കും. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ ചോറിനുള്ള വെള്ളം വെക്കൽ. പിന്നെ ഇതാ ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കാൻ കേട്ടോ. മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അധികം ഉരുളക്കിഴങ്ങ് സോയാബീന് ചിലപ്പോൾ ഞാൻ കോളിഫ്ലവറും പൊരിച്ച് കൊടുക്കും കേട്ടോ. അതും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ എൻ്റെ കൈയൊന്ന് പൊള്ളിയിട്ടു. ഞാനത് തുണി കാണാതായപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടിട്ട് കൈയൊന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളി പോയിട്ടുണ്ടായിന്. പിന്നെ ഞാൻ വെള്ളം തളിച്ചപ്പം അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ കൊണ്ടുപോകാതെ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ മക്കൾക്ക് അറിയട്ടെന്ന് പരിപാടി ഉള്ളത്. അപ്പോൾ എന്തായാലും ഇവർക്ക് സ്കൂളുണ്ടാകുമ്പോൾ സ്കൂൾ ഒഴിവാക്കി കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫനുവിനോടും മോനിനോടൊന്നും മിണ്ടിയിട്ടില്ല. എന്തായാലും പോണില്ല എന്നിട്ട് ഞാൻ ഓരോട് പറഞ്ഞത്. ഞാൻ പോവുകയാണെങ്കിൽ എന്തായാലും ഓലിൻ്റെ പിന്നാലെ തന്നെ വരും. ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ഉരുളക്കിഴങ്ങും
ചോറൊക്കെ ആക്കി ഒരു 7,000 ഒക്കെ ആയപ്പോൾ പൊന്നു പോയിട്ടോ. അവൾ മസാല ദോശേനെ കൊണ്ടിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ ഇതാ ഞാൻ പിന്നെ അടുക്കള മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി തുടച്ചിട്ട് രാവിലെ നീച്ചു വന്നാൽ തന്നെ പൊന്നു തിരുമ്പാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടോളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ പണി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇവിടെ തിരുമ്പാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ടാകും. അങ്ങനെ പിന്നെ ഞാൻ അതെല്ലാം കൂടി വാരിപ്പെറുക്കി ബക്കറ്റൊക്കെ ഇട്ടിട്ട് മേലെ കൊണ്ടേയൊക്കെ തോരിട്ട് വന്നതിന് ശേഷം മൊത്തത്തിലൊന്ന് അടിച്ച് വാരി തുടച്ചെടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേഗം പരിപാടിക്ക് പോവാണ്ട് മക്കളെ പറഞ്ഞയക്കാനുണ്ട് കേട്ടോ. ഓരെ പറഞ്ഞയച്ചിട്ടേ ഞാൻ പോകുള്ളൂ. അല്ലാതെ ഞാൻ വേഗം മാറ്റി നിന്നാലും എൻ്റെ ഫനി സ്കൂൾക്ക് പോകാൻ കൂട്ടാക്കൂല. അപ്പോൾ ഓരൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ഞാൻ ഈ പോക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പറ്റിക്കഴിഞ്ഞാലും ശരിയാവില്ല. കാരണം എത്രയെന്ന് വെച്ചിട്ട് സ്കൂളിങ്ങനെ ലീവാക്കി ഇവർ പിന്നാലെ ഇങ്ങനെ കൊണ്ടുപോകല്ലേ. അപ്പോൾ ഇടയ്ക്കൊന്ന് പറ്റിക്കും ഞാൻ. അങ്ങനെ പിന്നെ ഞാൻ മാറ്റി ഒരുങ്ങി പരിപാടിക്ക് പോകാൻ കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല. അവിടത്തിൻ്റെ ശേഷം നമ്മൾ ചോറും ഒക്കെ തിന്ന് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലും ഒന്ന് പോയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ വൈകുന്നേരം നമുക്കൊരു മരണം ഉണ്ടായിന്. മരണ വീട്ടിലൊക്കെ പോയി വന്നപ്പോഴത്തേനും മഹരി ബാങ്ക് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ചായയും ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. മാങ്ങ ഉണ്ടായിന്. അപ്പോൾ മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എൻ്റെ മക്കൾക്കായാലും എനിക്കായാലും വൈകുന്നേരം ചായ അങ്ങനെ നിർബന്ധമൊന്നുമുള്ള കാര്യമില്ല കേട്ടോ. ദിവസം ഒരു ഗ്ലാസ് ചായ കിട്ടിയാൽ മതി. എൻ്റെ കാര്യമാണെങ്കിൽ അത് രാവിലെ നിർബന്ധമാണ് കേട്ടോ. എനിക്കൊരു ഗ്ലാസ് ചായ. ഇനിയിപ്പോൾ വൈകുന്നേരം കിട്ടില്ല വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയാലും എനിക്കും മക്കൾക്കൊന്നും കുഴപ്പമില്ല. ഇങ്ങനെ ജ്യൂസോ അല്ലെങ്കിൽ പായസമോ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ തിന്നു കേട്ടോ. പിന്നെ മക്കൾക്കായാലും ചായ വലിയ നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എല്ലായിടത്തും തെണ്ടി തേരോടി വന്നപ്പോൾ തന്നെ എൻ്റെ മക്കൾ വിശന്നിട്ടാട്ടോ നിൽക്കുന്നത്. നല്ല ദേഷ്യം പിടിച്ചു ചെയ്തിരിക്കണം കേട്ടോ എന്നോട്. ഒന്നാമത് കൊണ്ടുപോകാതെ പോയ ദേഷ്യം അതുണ്ട്. പിന്നെ ആണെങ്കിൽ ഇപ്പോൾ സഹിക്കാൻ കഴിഞ്ഞിട്ട് ആ ദേഷ്യം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ വേഗം മാങ്ങ എടുത്ത് ജ്യൂസ് അടിക്കാമെന്നും പിന്നെ കുറച്ചവർക്ക് മുറിച്ചിട്ട് കഴിക്കാനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിനി. പിന്നെ രാത്രികൾക്ക് പിന്നെ ഞാൻ വേറെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമായിട്ട് ഉച്ചക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ലേനല്ലോ. കാരണം ഉരുളക്കിഴങ്ങും ചോറ് മാത്രം ഉണ്ടാക്കി ഇവരെ പറഞ്ഞയച്ചിട്ട് ഞാൻ പരിപാടിക്ക് പോയതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ലേനി. പിന്നെ ചിക്കന് വാങ്ങിയും കൊണ്ടിട്ടാണ് വരുമ്പോൾ പോകുന്നത്. പിന്നെ രാത്രി പിന്നെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിനി. പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിനി. പിന്നെ ആ സമയത്ത് ഞാൻ മറന്നുപോയി. പിന്നെ എപ്പോഴും ഈ കുക്കിംഗ് വീഡിയോസ് അല്ലേ ചിലവർക്ക് കാണുമ്പോൾ ഒരു മടുപ്പും ബോറടിയൊക്കെ തോന്നും. അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. അങ്ങനെ ഇതൊക്കെ അടിച്ച് മക്കൾക്ക് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. അപ്പം എപ്പോഴും പറയുന്ന പോലെ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുക. അപ്പോൾ ബോറടിക്കണില്ല എന്ന് വിചാരിക്കണേ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബൈ.